സ്റ്റുഡൻസ്. റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് തന്നെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യമായിട്ട് എടുക്കുന്ന റിട്ടയർമെൻറ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോഴത്തെ കാലത്ത് കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു വേർഡാണ്. ദറ്റ് ഈസ് VRS, വോളണ്ടറി റിട്ടയർമെൻറ്റ്. ഈ വോളണ്ടറി റിട്ടയർമെൻറ്റിൻ്റെ സമയത്ത് നമുക്ക് കോമ്പൻസേഷൻ, നമ്മുടെ സർവീസ് പീരീഡ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അതിന് മുമ്പായിട്ട് നമ്മൾ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് പോരാണെങ്കിൽ ആണ് നമ്മൾ എന്തായിട്ട് പറയുന്നത് VRS എടുക്കുക എന്ന് പറയുന്നത്. അപ്പോൾ കിട്ടുന്ന കോമ്പൻസേഷൻ എങ്ങനെയാണ് നമ്മൾ ഇൻകം ടാക്സ് ആക്റ്റിൽ കമ്പ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. ഈ VRSനെ പറയുന്ന വേറൊരു വേർഡാണ് ഗോൾഡൻ ഹാൻഡ് ഷേക്ക്. ഇത് രണ്ടാണെങ്കിലും VRS ആണെങ്കിലും ഗോൾഡൻ ഹാൻഡ് ഷേക്ക് എന്ന് പറയുന്ന ടേം ഉപയോഗിച്ചാലും സെക്ഷൻ 10 സബ്സെക്ഷൻ 10C പ്രകാരമാണ് ഇൻകം ടാക്സ് ആക്റ്റിൽ അതെങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് പേയ്മെൻറ്റ് റിസീവ്ഡ് ബൈ എൻ എംപ്ലോയി ഓഫ് ദ ഫോളോയിങ് അറ്റ് ദ ടൈം ഓഫ് വോളണ്ടറി റിട്ടയർമെൻറ്റ് ഓർ ടെർമിനേഷൻ ഓഫ് സർവീസ് ഈസ് എക്സംപ്റ്റ് ടു ദ എക്സ്റ്റെൻറ്റ് ഓഫ് ₹5 lakh. നമുക്ക് മാക്സിമം കിട്ടുന്ന ലിമിറ്റ് എന്ന് പറയുന്നത് ഏത് ഒരു കേസ് ആണെങ്കിലും 5 ലക്ഷം രൂപയാണ്. അപ്പോൾ VRS എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ സർവീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുന്നത് ഏതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം. ചിലപ്പോൾ പബ്ലിക് സെക്ടർ കമ്പനി ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ബോഡി ഓഫ് കോർപ്പറേഷനോ അല്ലെങ്കിൽ ഒരു ലോക്കൽ അതോറിറ്റിയോ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു അതോറിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടത് സ്റ്റേറ്റ് അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു പ്രൊവിൻഷ്യൽ ആക്ട് പ്രകാരം ഓർഗനൈസ് ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു ലോക്കൽ അതോറിറ്റി ആയിരിക്കാം, കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു യൂണിവേഴ്സിറ്റി ആയിരിക്കാം, IIT കമ്പനി ആയിരിക്കാം, അല്ലെങ്കിൽ ഇൻകം ടാക്സ് അതോറിറ്റീസ് നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ഗവൺമെൻറ്റോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റോ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണെങ്കിലും നമുക്ക് VRSൽ നമുക്ക് ലഭിക്കുന്ന മാക്സിമം എക്സംഷൻ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 5 ലക്ഷം രൂപയാണ്. ഇനി VRS എടുക്കുന്നത് അണ്ടർ വിച്ച് ദ പേയ്മെന്റ് ഈസ് ബീയിങ് മെയ്ഡ് മസ്റ്റ് ബി ഫ്രെയിംഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഗൈഡ്ലൈൻസ് പ്രിസ്ക്രൈബ്ഡ് ഇൻ റൂൾ 2BA ഓഫ് ദ ഇൻകം ടാക്സ് റൂൾസ്. VRS നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഈ VRS എന്ന് പറയുന്നതിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ എമൗണ്ട്, എനി എമൗണ്ട്, ആ എമൗണ്ട് എന്തിൻ്റെ അണ്ടറിൽ വരുന്നതായിരിക്കണം? റൂൾ 2BAയുടെ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻസ് ഫോളോ ചെയ്യുന്ന ഒരു കോമ്പൻസേഷൻ ആണ് VRS മൂലം നമുക്ക് ലഭിച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിലാണ് നമുക്ക് ഇൻകം ടാക്സ് അതോറിറ്റിയിൽ ഈ എക്സംഷൻ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. In case of a company other than a public sector company and a cooperative society, such income must be accrued by the Chief Commissioner or Director General of Income Tax. Income Taxന്റെ അതോറിറ്റീസ് ചീഫ് കമ്മീഷണറോ അല്ലെങ്കിൽ ഡയറക്ടർ ജനറൽ ഓഫ് ഇൻകം ടാക്സോ ഒരു പ്രൈവറ്റ് കമ്പനിയാണ്, അതായത് ഒരു പബ്ലിക് സെക്ടർ കമ്പനി അല്ല അല്ലെങ്കിൽ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ല എന്നുണ്ടെങ്കിൽ ആരുടെ പെർമിഷൻ വേണം? ഈ പറഞ്ഞ ഇൻകം ടാക്സ് അതോറിറ്റീസ്, അതായത് ചീഫ് കമ്മീഷണറോ അല്ലെങ്കിൽ ഡയറക്ടർ ജനറലുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് VRSൽ നിന്ന് ലഭിച്ചിട്ടുള്ള കോമ്പൻസേഷൻ എക്സംഷൻ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. However, such approval is not necessary from assessment year 2001-2002 onwards. പക്ഷെ 2001-2002 ശേഷമുള്ള ഒരു കോമ്പൻസേഷൻ ആണെങ്കിൽ ഈ പറയുന്ന ഒരു അപ്രൂവല് ഇൻകം ടാക്സ് അതോറിറ്റീസിന്റെ ഒരു അപ്രൂവൽ ലഭിക്കേണ്ട കാര്യം ഇല്ല. ഇങ്ങനെയുള്ള കമ്പനി ആണെങ്കിൽ അതർ ദാൻ പബ്ലിക് സെക്ടർ കമ്പനി ഓർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. Where the exemption has been allowed under above section for any assessment year, no exemption shall be allowed in relation to any other assessment year. ഏത് വർഷമാണോ നമുക്ക് ലഭിച്ചിട്ടുള്ളത് ആ വർഷം മാത്രമേ നമുക്ക് എക്സംഷൻ ലഭിക്കുള്ളൂ. മറ്റുള്ള വർഷങ്ങളിലേക്ക് നമുക്ക് അത് എന്തായിട്ട് എടുക്കാനായിട്ട് സാധിക്കില്ല, എക്സംഷൻ ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കില്ല. Further, where any relief under section 89 for any assessment year in respect of any amount received or receivable or voluntary retirement or termination of service has been allowed, no exemption under the clause shall be allowed for any assessment year. ഇനി നമുക്ക് റിലീഫ് അണ്ടർ സെക്ഷൻ 89
ക്ലെയിം ചെയ്തിട്ടുള്ളതാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അത് എന്തായിട്ട് എടുക്കാനായിട്ട് സാധിക്കില്ല, എക്സംഷൻ ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കില്ല. അത് വോളണ്ടറി റിട്ടയർമെന്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ടെർമിനേഷൻ ആയിക്കോട്ടെ, എനി എമൗണ്ട് റിസീവ്ഡ് അല്ലെങ്കിൽ റിസീവബിൾ എന്ന് പറയുന്നതാണെങ്കിലും നമുക്കത് എടുക്കാനായിട്ട് സാധിക്കില്ല. ഇനി ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പ്യൂട്ടേഷൻ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് സെർട്ടൈൻ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ്. അതായത് സെക്ഷൻ 2BA പറയുന്ന റൂൾസ് പ്രകാരമാണ് ഇൻകം ടാക്സ് ആക്ടിലെ VRS മൂലം നമുക്ക് ലഭിക്കുന്ന കോമ്പൻസേഷൻ, നമുക്ക് എക്സംഷൻ ലഭിക്കുന്നത് മാക്സിമം നമുക്ക് ലഭിക്കുന്നത് 5 ലക്ഷം രൂപയാണ്. ഇനി അതിന്റെ കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഹി ഈസ് എലിജിബിൾ ഫോർ എക്സംഷൻ ടു ദ എക്സ്റ്റെന്റ് ഓഫ് ദ ലീസ്റ്റ് ഓഫ് ദി ഫോളോയിങ്. 4 കാൽക്കുലേഷൻ ഉണ്ട്. ആ 4 ടൈപ്പ് ഓഫ് കാൽക്കുലേഷന്റെ എമൗണ്ട് നമ്മൾ എടുത്തിട്ട് ഏതാണോ ലീസ്റ്റ് വരുന്നത് ആ എമൗണ്ട് ആണ് നമുക്ക് ഇവിടെ എക്സംഷൻ ആയിട്ട് എടുക്കുക. മാക്സിമം എത്രയാണ്? 5 ലക്ഷം എന്നുള്ളതാണ് 4ാമത്തെ എമൗണ്ട്. ഇനി ആദ്യത്തെ എമൗണ്ട് എന്ന് പറയുന്നത് 3 months സാലറി ഫോർ ഈച്ച് കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ്. ഓരോ വർഷം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ എത്ര മാസം വീതം നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും? 3 മാസം വീതം നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ എത്രത്തോളം കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ഉണ്ട്? ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 10 വർഷം ഉണ്ടെങ്കിൽ ആ 10 വർഷത്തേക്ക് നമുക്ക് എത്ര മാസം വീതം എടുക്കാനായിട്ട് സാധിക്കും? 3 മാസം വീതം എടുക്കാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമത്തെ കമ്പ്യൂട്ടേഷൻ സാലറി അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ് മൾട്ടിപ്ലൈഡ് ബൈ ദ ബാലൻസ് ഓഫ് മന്ത്സ് ഓഫ് സർവീസ് ലെഫ്റ്റ് ബിഫോർ ദ ആക്ച്വൽ റിട്ടയർമെന്റ്. ആക്ച്വൽ റിട്ടയർമെന്റിന് ഇനി എത്ര മാസം കൂടി ഉണ്ട് എന്നും കൂടി നമ്മൾ ഇതിലെ കണക്കാക്കി എടുക്കണം. അതായത് നമ്മൾ എടുക്കുന്നത് റിട്ടയർമെന്റ് സമയത്തെ സാലറി എടുത്തിട്ട് എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? ഇനി ബാലൻസ് ഓഫ് സർവീസ് എത്ര മാസം ഉണ്ട് എന്ന് കണക്കിലെടുത്തുകൊണ്ട് അതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് രണ്ടാമത്തെ കേസിൽ നമ്മൾ എടുക്കുന്നത്. മൂന്നാമത്തെ കേസിൽ എടുക്കുന്നത് വാട്ട് ഈസ് ദ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ്. ഈ അസസ്മെന്റ് ഇയറിൽ നമുക്ക് എത്രയാണോ ആക്ച്വലി റിസീവ്ഡ് ആ എമൗണ്ട് നമ്മൾ എടുക്കും. 4ാമത്തെ കാറ്റഗറിയിൽ മാക്സിമം ലിമിറ്റ് ആയിട്ടുള്ള 5 ലക്ഷമാണ് എടുക്കുന്നത്. ഈ 4 കമ്പ്യൂട്ടേഷനും ചെയ്ത് ഏതാണോ ലീസ്റ്റ് വരുന്നത് അതായിരിക്കും നമ്മുടെ VRSന്റെ കോമ്പൻസേഷൻ എന്ന് പറഞ്ഞ് എക്സംഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എടുക്കേണ്ടത്. ഇവിടെ സാലറി എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 3 months സാലറി, അതുപോലെ തന്നെ സാലറി അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമത്തെയും രണ്ടാമത്തെയും കമ്പ്യൂട്ടേഷനിൽ നമുക്ക് സാലറി എന്ന് പറയുന്നതിൽ എന്തൊക്കെയാണ് ഇൻക്ലൂഡഡ് ആകുക എന്നുള്ളത് നമുക്ക് നോക്കണം. അതിൽ നമ്മൾ HRA ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ബേസിക് പേ വരുന്നുണ്ട്, ഡിയർനെസ് അലവൻസ് അണ്ടർ ദ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ കമ്മീഷൻ വരുന്നത്. ഫിക്സഡ് പെർസെൻറ്റേജ് ഓൺ ടേൺ ഓവർ ആണെങ്കിൽ മാത്രമേ നമുക്ക് അത് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ നമ്മൾ സാലറി പറഞ്ഞത് കമ്പ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ബേസിക് സാലറി എടുക്കണം, ഡിയർനെസ് അലവൻസ് അണ്ടർ ദ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? കമ്മീഷൻ, ഫിക്സഡ് പെർസെൻറ്റേജ് ഓൺ ടേൺ ഓവർ ആണെങ്കിൽ അതും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പൊ ഈ പറഞ്ഞ VRSന്റെ കമ്പ്യൂട്ടേഷൻ എല്ലാ സ്റ്റുഡൻസിനും ഈ പറഞ്ഞ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഞാൻ പ്രോബ്ലം വായിക്കാം. മിസ്റ്റർ അബു took VRS on 1st May 2020 at the age of 50 years and received rupees 7,60,000. The normal age of retirement is 58 years. He had completed 20 years of service. His monthly salary on retirement is rupees 15,000. Compute the taxable amount. ഇത്രയാണ് പ്രോബ്ലത്തിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഇദ്ദേഹം VRS എടുക്കുന്നത് 1st May 2020 ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ വയസ്സ് 50 ആണ്. എത്രാമത്തെ വയസ്സിലാണ് ആക്ച്വലായിട്ട് അദ്ദേഹം റിട്ടയർ ചെയ്യേണ്ടത്? 58ാമത്തെ വയസ്സിലാണ് റിട്ടയർ ചെയ്യേണ്ടത്. നമുക്ക് കോമ്പൻസേഷൻ കിട്ടിയിട്ടുള്ളത് എത്രയാണ്? 7,60,000 രൂപയാണ് കോമ്പൻസേഷൻ കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതായിരിക്കും നമ്മുടെ തേർഡ് എമൗണ്ട് എന്ന് പറയുന്നത്. ഫോർത്ത് എമൗണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, 5 ലക്ഷം രൂപയാണ്. ഇനി ഇദ്ദേഹത്തിന്റെ മന്ത്ലി സാലറി റിട്ടയർ ചെയ്യുന്ന സമയത്ത് എത്രയാണ്? 15,000 ആണ്. അപ്പൊ ഈ 15,000 വെച്ചിട്ടാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ കമ്പ്യൂട്ട് ചെയ്ത് നോക്കാം. നമുക്ക് ലീസ്റ്റ് എന്ന് പറയുന്നത് ഏത് എമൗണ്ട് ആണ് എടുക്കേണ്ടത്? ലീസ്റ്റ് എമൗണ്ട് എടുക്കേണ്ടത് ആദ്യത്തെ നമുക്ക് നോക്കേണ്ടത് എത്ര ഇയർ ഓഫ് സർവീസ് ഉണ്ട് അത് വെച്ചിട്ട് നമുക്ക് 3 മാസമാണ് കിട്ടുന്നത്. ഇവിടെ ഇയർ ഓഫ് സർവീസ് എന്ന് പറയുന്നത് 20 ഇയേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യണം? 20 ഇയേഴ്സ് into 3 months. നമ്മൾ എടുക്കുന്നത് 20 വർഷം അദ്ദേഹം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു വർഷത്തേക്ക് 3 മാസം എന്ന് പറയുന്ന കോമ്പൻസേഷൻ ആണ് കിട്ടുന്നത്. ഇദ്ദേഹത്തിന്റെ സാലറി എത്രയാണ്? 15,000 ആണ്.
അപ്പോൾ 20 വർഷത്തേക്ക് 3 മാസം വെച്ച് നമ്മൾ നോക്കി, അതേ ഇൻറ്റു ആ മാസത്തെ സാലറി എന്ന് പറയുന്നത് എത്രയാണ് കിട്ടുന്നത്? 15,000 ആണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് എത്ര രൂപ കിട്ടും? 9 lakh കിട്ടും. സോ 9 lakh ആണ് നമുക്ക് ഒന്നാമത്തെ ഫിഗർ ആയിട്ട് കിട്ടിയിട്ടുള്ളത്. ഇനി രണ്ടാമത്തെ ഫിഗറിൽ നോക്കേണ്ടത് ബാലൻസ് മാസം എത്രയുണ്ട് എന്നുള്ളതാണ്. അതായത് ഇദ്ദേഹം 1 May 2020 ഇദ്ദേഹം എന്ത് ചെയ്യുന്നത്? VRS എടുക്കുന്നത്. അദ്ദേഹത്തിന് 58 വയസ്സ് വരെയാണ് അദ്ദേഹത്തിന് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കുക. അപ്പൊ നമ്മൾ ഇവിടെ നോക്കുന്നത് 8 മാസം, 8 വർഷമുണ്ട്, 12 മാസം വെച്ചിട്ട് നോക്കിയിട്ട് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ നമ്മൾ എടുക്കാനായിട്ട് നമുക്ക് എളുപ്പം എന്താണ്? 15,000 ആണ് അദ്ദേഹത്തിന്റെ മാസത്തെ ശമ്പളം, ഇൻറ്റു 8 വർഷമുണ്ട്. 8 വർഷത്തിൽ എത്ര മാസം ഉണ്ട്? 12 മാസം വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മള് 15,000 ഇൻറ്റു 8 ഇൻറ്റു 12 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ടാമത്തെ എമൗണ്ട് കിട്ടും. അത് എത്രയാണ്? 14,40,000 രൂപയാണ്. ഇനി മൂന്നാമത്തെ കേസിൽ നമ്മൾ എടുക്കേണ്ടത് വാട്ട് ഈസ് ദ ആക്ച്വൽ എമൗണ്ട് റിസീവ്. ഇവിടെ നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട് ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് എത്രയാണ്? 7,60,000 ആണ്. ഇനി ഫോർത്ത് കാറ്റഗറിയിലെ മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 5 ലക്ഷം രൂപയാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കാം, ഇവിടെ എത്ര രൂപയാണ് നിങ്ങൾക്ക് ലീസ്റ്റ് ആയിട്ട് വരുന്നത്? അതായത് നമുക്ക് ലീസ്റ്റ് എമൗണ്ട് ആയിട്ട് വരുന്നത് 5 ലക്ഷമാണ്. അപ്പൊ നമുക്ക് ഇവിടെ എക്സംഷൻ കിട്ടുന്നത് എത്രയാണ്? 5 ലക്ഷം രൂപയാണ് എക്സംഷൻ കിട്ടുന്നത്. നമ്മളോട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് ടാക്സബിൾ എമൗണ്ട് ആണ്. അപ്പൊ ടാക്സബിൾ എമൗണ്ട് നമ്മൾ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ടാക്സബിൾ എമൗണ്ട് ഈക്വൽ ടു എന്താണ് ചെയ്യുന്നത്? നമുക്ക് ആക്ച്വലി കിട്ടിയിട്ടുള്ളത് 7,60,000 ആണ്. സോ 7,60,000 മൈനസ് 5 ലക്ഷം. അപ്പൊ നമുക്ക് ടാക്സബിൾ എമൗണ്ട് എന്ന് പറയുന്നത് കിട്ടുന്നത് എത്രയാണ്? 2,60,000 രൂപയാണ് നമുക്ക് ടാക്സബിൾ എമൗണ്ട് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ VRS കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ ആദ്യം എന്താ ചെയ്തിട്ടുള്ളത്? എത്ര കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് ഉണ്ട്? 20 ആണ്. ഒരു വർഷത്തേക്ക് നമുക്ക് 3 മാസമാണ് കിട്ടുന്നത്. ഇതാണ് അദ്ദേഹത്തിന്റെ റിട്ടയർ ചെയ്യുന്ന സമയത്തെ സാലറി. അപ്പൊ 20 into 3 into 15,000 എന്ന് പറയുമ്പോൾ നമുക്ക് 9 ലക്ഷം കിട്ടും. രണ്ടാമത്തെ കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത് എത്ര ബാലൻസ് ഓഫ് സർവീസ് അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളതാണ്. അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് 8 വർഷവും 12 മാസം വെച്ചിട്ട് നോക്കണം. അപ്പൊ 8 into 12 എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്നത് 96 മാസമാണ്. ആ 96 മാസത്തെ 15,000 രൂപ വെച്ചിട്ട് നമ്മൾ സാലറി കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ 14,40,000 വന്നു. വാട്ട് ഈസ് ദ ആക്ച്വലി എമൗണ്ട് received? That is 7,60,000. മാക്സിമം ലിമിറ്റ് എന്ന് പറയുന്നത് 5 ലക്ഷമാണ്. അപ്പൊ നമുക്ക് എക്സംഷൻ കിട്ടുന്നത് 5 ലക്ഷം രൂപയാണ്. ഈ 5 ലക്ഷം എക്സംഷൻ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കിയുള്ള എമൗണ്ട് ടാക്സബിൾ ആണ്. അപ്പൊ ഈ പ്രോബ്ലം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് റിട്ടയർമെന്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ് സ്കീം ഫോർ റിട്ടയേർഡ് ഗവൺമെന്റ് ഓർ പബ്ലിക് സെക്ടർ കമ്പനി എംപ്ലോയീസ്. എംപ്ലോയീസ് ഗവൺമെന്റ് എംപ്ലോയീസോ അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ എംപ്ലോയീസ് ആണെങ്കിൽ അവർക്ക് ഒരു ഡെപ്പോസിറ്റ് സ്കീം എന്ന് പറയുന്നത് ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ സ്കീം പ്രകാരം സെക്ഷൻ 10 സബ്സെക്ഷൻ 15 പ്രകാരം ഇൻകം ടാക്സ് ആക്ടിൽ സർട്ടൻ എക്സെംഷൻസ് ഉണ്ട്. അതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ സെക്ഷൻ 10 സബ്സെക്ഷൻ 15 ഓഫ് ദ ഇൻകം ടാക്സ് ആക്ട് ഇൻകോർപ്പറേറ്റ്സ് എ നമ്പർ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ് ദ ഇൻട്രസ്റ്റ് ഫ്രം വിച്ച് ഈസ് ടോട്ടലി എക്സംപ്റ്റ് ഫ്രം ടാക്സേഷൻ. ഗവൺമെന്റ് അപ്രൂവ് ചെയ്ത് ഇൻകം ടാക്സ് അതോറിറ്റീസ് അപ്രൂവ് ചെയ്തിട്ടുള്ള ഒരു സെക്ഷനാണ് സെക്ഷൻ 10 സബ്സെക്ഷൻ 15 പ്രകാരം. ആ ഇൻകോർപ്പറേറ്റ്സിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന പലിശ നമുക്ക് എന്തായിട്ട് എടുക്കാം? എക്സംഷൻ ആയിട്ട് എടുക്കാവുന്നതാണ്. These investments may be considered as one of the options for investing various benefits received on retirement. അപ്പൊ ഈ പറയുന്ന ഇൻവെസ്റ്റ്മെന്റുകളൊക്കെ നമുക്ക് റിട്ടയർ ചെയ്തതിന് ശേഷം കിട്ടുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതിൽ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്നത് നോട്ടിഫൈഡ് അണ്ടർ സെക്ഷൻ 10 സബ്സെക്ഷൻ 15 4 സബ്സെക്ഷൻ 1 ഈസ് ദി ഡെപ്പോസിറ്റ് സ്കീം ഫോർ റിട്ടയേർഡ് ഗവൺമെന്റ് ഓർ പബ്ലിക് സെക്ടർ കമ്പനി എംപ്ലോയീസ് വിച്ച് ഈസ് particularly attractive option for retiring employees of government and public sector companies. ഇപ്പൊ ഇതാണ് ഏറ്റവും ഗവൺമെന്റ് ആയാലും പബ്ലിക് സെക്ടർ എംപ്ലോയീസ് ആയാലും ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഇൻകം ടാക്സ് അതോറിറ്റീസ് അപ്രൂവ് ചെയ്തിട്ടുള്ള ഡെപ്പോസിറ്റ് സ്കീം എന്ന് പറയുന്നത്. വിത്ത് ഇഫക്ട് ഫ്രം അസസ്മെന്റ് ഇയർ 1991 the interest and deposit made under this scheme by an employee of central or state government out of the various retirement benefits received is exempt from income tax.
1990-91 തുടങ്ങിയിട്ട് ഈ ഡെപ്പോസിറ്റ് സ്കീമിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുകയും അതിൽ നിന്ന് കിട്ടുന്ന പലിശ എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് എടുക്കാം, നമുക്ക് എക്സംഷൻ ആയിട്ട് എടുക്കാവുന്നതാണ്. അത് ഗവൺമെന്റ് എംപ്ലോയീസ് ആണെങ്കിലും പബ്ലിക് സെക്ടർ കമ്പനീസിലെ എംപ്ലോയീസ് ആണെങ്കിലും നമുക്ക് എക്സംഷൻ ലഭിക്കുന്നതാണ്. ദിസ് എക്സംഷൻ വാസ് സബ്സിക്വന്റ്ലി എക്സ്റ്റെൻഡഡ് ടു എംപ്ലോയീസ് ഓഫ് പബ്ലിക് സെക്ടർ കമ്പനീസ് ഫ്രം അസസ്മെന്റ് ഇയർ 91-92 വൈഡ് നോട്ടിഫിക്കേഷൻ നമ്പർ 2/19/89 NS2 dated 12/12/1990. Salient features of the scheme are discussed below. ഇനി മുമ്പ് നമുക്ക് ഗവൺമെന്റ് എംപ്ലോയീസിൽ ഉണ്ടായിരുന്നത് വീണ്ടും പബ്ലിക് സെക്ടർ കമ്പനീസിൽ നമ്മൾ അത് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അത് അസസ്മെന്റ് ഇയർ 91-92 പ്രകാരമാണ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതിന്റെ സാലിയൻ ഫീച്ചേഴ്സ് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഈ പറയുന്ന പബ്ലിക് സെക്ടർ കമ്പനീസിലെ എംപ്ലോയീസിനും കൂടി ഇൻട്രസ്റ്റ് എക്സംപ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യേണ്ടത് അല്ലെങ്കിൽ കംപ്ലൈ ചെയ്യേണ്ട റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നത് റേറ്റ് ഓഫ് റിട്ടേൺ 9% പെർ ആനം ആയിരിക്കണം. ദ ടാക്സ് ഫ്രീ ഇൻട്രസ്റ്റ് അറ്റ് ദ റേറ്റ് ഓഫ് 9% പെർ ആനം പേയബിൾ ഹാഫ് ഇയർലി ഓൺ 30th June and 31st December. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻട്രസ്റ്റ് നമുക്ക് പേ ചെയ്യുന്നത് 30th June അല്ലെങ്കിൽ 31st December അതിലെ ടാക്സ് ഫ്രീ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്ര ശതമാനം വരെയാണ്? 9% വരെയാണ്. ഇനി അതിന്റെ ലിമിറ്റ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് മിനിമം 1000 രൂപയും മാക്സിമം എന്ന് പറയുന്നത് നമുക്ക് എത്ര വേണമെങ്കിലും ഡെപ്പോസിറ്റ് ചെയ്യാവുന്നതാണ്. ബട്ട് മാക്സിമം നോട്ട് എക്സീഡിങ് ദ ടോട്ടൽ റിട്ടയർമെന്റ് ബെനിഫിറ്റ്. എല്ലാ റിട്ടയർമെന്റ് ബെനിഫിറ്റിനേക്കാളും കൂടാനായിട്ട് പാടില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മിനിമം ലിമിറ്റ് ആണ് നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്. അതായത് എത്ര രൂപയാണ്? 1000 രൂപയാണ്. ഇനി ഇതിന്റെ ലിക്വിഡിറ്റി എന്ന് പറയുന്നത് എൻറ്റയർ ബാലൻസ് ക്യാൻ ബി വിഡ്രോൺ ആഫ്റ്റർ എക്സ്പയറി ഓഫ് 3 years ഫ്രം ദ ഡേറ്റ് ഓഫ് ഡെപ്പോസിറ്റ്. നമ്മൾ എന്നാണോ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുള്ളത് അതിന് 3 വർഷത്തിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഈ ബാലൻസ് എന്ത് ചെയ്യാവുന്നതാണ്? വിഡ്രോ ചെയ്യാവുന്നതാണ്. Premature encashment can be made after 1 year from the date of deposit in which case interest on amount withdrawn will be payable at the rate of 4% from the date of deposit to the date of withdrawal. ഇനി ഇതിന്റെ പീരീഡിന് ഇടയിൽ നമ്മൾ വിഡ്രോ ചെയ്യാണ്. നമ്മളോട് പറഞ്ഞിരുന്നു ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ 3 വർഷത്തേക്ക് നമുക്ക് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കില്ല. 3 വർഷത്തിന് ശേഷം നമ്മളോട് വിഡ്രോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് നമ്മൾ എൻകേഷ് ചെയ്യാണ്. അതായത് 1 വർഷത്തിന് ശേഷം നമ്മുടെ ഡെപ്പോസിറ്റിന്റെ പീരീഡ് കഴിയുന്നതിന് മുമ്പായിട്ട് നമ്മൾ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ അവിടെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്? an amount withdrawn will be payable at the rate of 4% from the date of deposit to the date of withdrawal. നമ്മൾ എത്ര രൂപ തിരിച്ചു കൊടുക്കണം? ഡേറ്റ് ഓഫ് ഡെപ്പോസിറ്റ് തുടങ്ങിയിട്ട് ഡേറ്റ് ഓഫ് വിഡ്രോവൽ വരെ 4% ആണ് നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടത്. ഇനി മറ്റുള്ള കൺസിഡറേഷൻ എന്ന് പറയുന്നത് ഓൺലി 1 account ക്യാൻ ബി ഓപ്പൺ ഇൻ ഓൺ നെയിം ഓർ ജോയിൻലി വിത്ത് സ്പൗസ്. സ്വന്തമായിട്ടോ അല്ലെങ്കിൽ സ്പൗസിന്റെ പേരിലോ ജോയിന്റ് ആയിട്ടോ എത്ര അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ? ഒരേ ഒരു അക്കൗണ്ട് മാത്രമേ ഓപ്പൺ ചെയ്യാനായിട്ട് പാടുള്ളൂ. അക്കൗണ്ട് ഈസ് ടു ബി ഓപ്പൺ വിത്തിൻ 3 months ഓഫ് റിസീവിംഗ് റിട്ടയർമെന്റ് ഓഫ് ബെനിഫിറ്റ്. ഇനി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയായിരിക്കണം? ഇറ്റ് ഈസ് ടു ബി ഓപ്പൺ വിത്തിൻ 3 months ഓഫ് റിസീവിംഗ് റിട്ടയർമെന്റ് ബെനിഫിറ്റ്. റിട്ടയർമെന്റ് ബെനിഫിറ്റ് കിട്ടിയിട്ട് 3 മാസത്തിനുള്ളിൽ തന്നെ ഈ ഡെപ്പോസിറ്റ് സ്കീം നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടതാണ്. സ്കീം ഈസ് ഓപ്പറേറ്റഡ് ത്രൂ ബ്രാഞ്ചസ് ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് ഇറ്റ്സ് സബ്സിഡറീസ് ആൻഡ് സെലക്ടഡ് ബ്രാഞ്ചസ് ഓഫ് നാഷണലൈസ്ഡ് ബാങ്ക്. ഇനി ഈ ഡെപ്പോസിറ്റ് സ്കീം എവിടെയാണോ ഓപ്പൺ ചെയ്യേണ്ടത്? സ്റ്റേറ്റ് ബാങ്കിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സബ്സിഡറി കമ്പനീസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നാഷണലൈസ്ഡ് ബാങ്കിലാണ് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഇവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഗവൺമെന്റ് എംപ്ലോയീസിനും അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ കമ്പനീസിന് നമുക്ക് ഒരു ഡെപ്പോസിറ്റ് സ്കീമിൽ, അത് ഇൻകം ടാക്സ് ആക്ടിൽ നോട്ടിഫൈ ചെയ്തിട്ടുള്ള സ്കീമുകളിൽ നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 9% വരെ നമുക്ക് എക്സംപ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന്റെ മിനിമം എമൗണ്ട് എന്ന് പറയുന്നത് 1000 രൂപ വേണം. മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് ടോട്ടൽ റിട്ടയർമെന്റ് ബെനിഫിറ്റിനേക്കാൾ കൂടാൻ പാടില്ല എന്നുള്ളതും, അതുപോലെ തന്നെ നമ്മളുടെ പീരീഡ് എന്ന് പറയുന്നത് 3 വർഷത്തിന് ശേഷം നമുക്ക് വേണമെങ്കിൽ വിഡ്രോ ചെയ്യാം. 3 വർഷത്തിന് മുമ്പായിട്ട് 1 വർഷത്തിന് ശേഷം നമ്മൾ വിഡ്രോ ചെയ്യുകയാണെങ്കിൽ നമ്മൾ 4% എന്ന് പറയുന്നത് പലിശ ഇനത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? സറണ്ടർ ചെയ്യേണ്ടതായിട്ട് വരും.
ഇത്രയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പറഞ്ഞിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എലമെന്റ്, ഒരു അക്കൗണ്ട് മാത്രമേ ഓപ്പൺ ചെയ്യാനായിട്ട് പാടുള്ളൂ. ജോയിന്റ് അക്കൗണ്ട് ആണെങ്കിലും സ്വന്തം പേരിലുള്ള അക്കൗണ്ട് ആണെങ്കിലും ഒരു അക്കൗണ്ട് മാത്രമേ നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ എന്നുള്ളത്. അപ്പൊ ഈ പറഞ്ഞ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ബേസ് ചെയ്തുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് ടാക്സബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് അറിയാനായിട്ട് നമുക്ക് ഒരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ഞാൻ പ്രോബ്ലം വായിക്കാം. മിസ്റ്റർ സോണി വാസ് എൻ എംപ്ലോയി ഇൻ എക്സ് ലിമിറ്റഡ് വിച്ച് വാസ് നോട്ട് കവർഡ് ബൈ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആപ്പ്. The following particulars were furnished for the year ending 31/3/2021. Basic pay rupees 8,000 per month. DA at the rate of rupees 3,000 per month under the terms of employment. He retired on 1/1/2021 after completing 32 years of service. He received a pension of rupees 4,000 per month and gratuity of rupees 1,80,000. His average monthly salary including DA was 11,000 for the last 10 months. He also received rupees 2 lakh from an URPF. Assuming that salary is due on the last day of each month, compute the taxable salary. ഇത്രയാണ് നമ്മളോട് പ്രോബ്ലത്തിൽ പറഞ്ഞിട്ടുള്ളത്. നമ്മളോട് ടാക്സബിൾ സാലറി ആണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രോസ് സാലറി കാൽക്കുലേറ്റ് ചെയ്തിട്ട് അണ്ടർ സെക്ഷൻ 16 പ്രകാരമുള്ള ഡിഡക്ഷൻസ് കൂടി ഡിഡക്ട് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് നെറ്റ് ടാക്സബിൾ സാലറി കണ്ടെത്താനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ ഇവിടെ ബേസിക് സാലറി പറഞ്ഞിട്ടുണ്ട്. ആ ബേസിക് സാലറി ഇദ്ദേഹം എന്നാണ് റിട്ടയർ ചെയ്യുന്നത് ആ പീരീഡ് വരെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. DA തന്നിട്ടുണ്ട് 3,000 ആണ് പെർ മന്ത് തന്നിട്ടുള്ളത്. ഇറ്റ് ഈസ് അണ്ടർ ദ ടേംസ് ഓഫ് എംപ്ലോയ്മെന്റ് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഇനി പെൻഷൻ കിട്ടിയിട്ടുണ്ട്, അത് 3 മാസത്തേക്കാണ് പെൻഷൻ കിട്ടിയിട്ടുള്ളത്. പിന്നെ ഗ്രാറ്റുവിറ്റി തന്നിട്ടുണ്ട്. അപ്പൊ ആ ഗ്രാറ്റുവിറ്റി നമ്മൾ മുമ്പ് പഠിച്ച പ്രകാരം തന്നെ ആ ഒരു ബേസിസിൽ തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്. പിന്നെ വന്നിട്ടത് ലംസം എമൗണ്ട് റിസീവ് ചെയ്തിട്ടുള്ളത് അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹാഫ് ഓഫ് എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്, ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. ഇതെല്ലാം ചെയ്തതിന് ശേഷം ഇവിടെ അണ്ടർ സെക്ഷൻ 16 പ്രകാരം നമുക്ക് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 നമുക്ക് ഡിഡക്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതും കൂടി നോക്കിയിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട്. അപ്പൊ നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് തുടങ്ങാം. നമ്മൾ ആദ്യം എന്താണ് ചെയ്യേണ്ടത്, ബേസിക് പേ ആണ് നമ്മൾ എടുക്കേണ്ടത്. ബേസിക് പേ നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു ഫാക്ടർ എന്താണ്, ഇദ്ദേഹം എന്ന് വരെയാണ് ജോലി ചെയ്തിട്ടുള്ളത്. ഒന്ന് പ്രോബ്ലം നോക്കാം. പ്രോബ്ലം ഒന്ന് കറക്റ്റ് ആയിട്ട് നോക്കാം. ബേസിക് പേ 8,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹി റിട്ടയേർഡ് ഓൺ 1/1/2021. 1/1/2021 എന്ന് പറയുമ്പോൾ അദ്ദേഹം എത്ര കാലം വർക്ക് ചെയ്തിട്ടുണ്ട്? അദ്ദേഹം വർക്ക് ചെയ്തിട്ടുള്ളത് 1/4/2020 തുടങ്ങിയിട്ട് 31/12/2020 വരെയാണ് അദ്ദേഹം വർക്ക് ചെയ്തിട്ടുള്ളത്, അല്ലെ? അപ്പൊ എത്ര നാള് വർക്ക് ചെയ്തിട്ടുണ്ട്? ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ 9 മാസമാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഒരു മാസത്തെ സാലറി എന്ന് പറയുമ്പോൾ എത്രയാണ്? 8,000 രൂപയാണ്. സോ 8,000 × 9 ആണ് നമ്മൾ എടുക്കുന്നത്. സോ നമുക്ക് എത്ര രൂപ കിട്ടും? 72,000 ആണ് ഇദ്ദേഹത്തിന്റെ ബേസിക് പേ കിട്ടുന്നത്. അപ്പൊ നമ്മൾ എടുക്കേണ്ടത് ഇടയിൽ വെച്ച് VRS എടുത്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിന്റെ സർവീസ് എന്ന് പറയുന്നത് 1/1/2021 അവസാനിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ഏപ്രിൽ തുടങ്ങിയിട്ട് ആ VRS എടുക്കുന്ന ഡേറ്റ് വരെയുള്ള സാലറി മാത്രമേ നമുക്ക് എടുക്കേണ്ട കാര്യമുള്ളൂ. ഇനി ഇതുപോലെ തന്നെയാണ് DA പറഞ്ഞിട്ടുള്ളത്. DA നമുക്ക് ഒരു മാസത്തേക്ക് എത്ര പറഞ്ഞിട്ടുള്ളത്? 3,000 രൂപയാണ്. ഇവിടെയും നമുക്ക് 9 മാസത്തേക്ക് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ എത്ര രൂപയാണ്? 27,000 rupees ആണ് നമുക്ക് DA വരുന്നത്. അപ്പോ DAയും ബേസിക് പേയും നമുക്ക് എത്ര നാളത്തെ എടുക്കാനായിട്ട് സാധിക്കുള്ളൂ? 9 മാസത്തെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത് പെൻഷൻ ആണ്. ഇവിടെ പ്രോബ്ലത്തില് പെൻഷന്റെ കാര്യം എന്താ പറഞ്ഞിട്ടുള്ളത്? ഹി റിട്ടയേർഡ് ഓൺ 1/1/2021 ആഫ്റ്റർ കംപ്ലീറ്റിംഗ് 32 years ഓഫ് സർവീസ്. അയാളുടെ കംപ്ലീറ്റഡ് സർവീസ് എന്ന് പറയുന്നത് 32 വർഷമാണ്. അദ്ദേഹത്തിന് പെൻഷൻ കിട്ടിയിട്ടുള്ളത് 4,000 per month ഗ്രാറ്റുവിറ്റി 1,80,000 ആണ്.
അപ്പൊ ഇതിനെ ബേസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എടുക്കേണ്ടത്. ഇയാള് റിട്ടയർ ചെയ്തത് ജനുവരി ആണെങ്കിൽ പെൻഷൻ കിട്ടിയിട്ടുള്ളത് എത്ര മാസത്തേക്കായിരിക്കും? 3 മാസത്തെ, അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസത്തെ പെൻഷൻ ആയിരിക്കും കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ നമ്മളിവിടെ പെൻഷൻ എന്ന് പറയുന്നത് എങ്ങനെ കണക്കാക്കണം? പെൻഷൻ കിട്ടിയിട്ടുള്ളത് എന്ന് മുതലാണ്? 1/1/21 മുതൽ 31/3/21 വരെയുള്ള പീരീഡ് ആണ് നമ്മൾ എടുക്കുന്നത്. അതായത് 4000 ആണ് നമുക്ക് പെൻഷൻ കിട്ടിയിട്ടുള്ളത്. ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര എടുക്കും? 12,000 രൂപയാണ് നമുക്ക് പെൻഷൻ എടുക്കാനായിട്ട് സാധിക്കുക. അപ്പൊ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് എന്ന് മുതൽ എന്ന് വരെയുള്ള പെൻഷനാണ് നമുക്ക് കമ്പ്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഇവിടെ ജനുവരി തുടങ്ങിയിട്ടാണ് അദ്ദേഹം VRS എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പെൻഷൻ എത്ര നാളെ കിട്ടുള്ളൂ? ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസത്തെ മാത്രമേ പെൻഷൻ കിട്ടുള്ളൂ. ഇനി നമുക്ക് കണക്കാക്കേണ്ടത് ഗ്രാറ്റുവിറ്റി ആണ്. ഗ്രാറ്റുവിറ്റി നമുക്ക് എങ്ങനെ കണക്കാക്കാം? ഇദ്ദേഹത്തിന്റെ സർവീസ് പീരീഡ് എത്രയാണ്? 32 ഇയേഴ്സ് ഓഫ് സർവീസ് ആണ് തന്നിട്ടുള്ളത്. ഇദ്ദേഹത്തിന്റെ റിട്ടയർ ചെയ്യുന്ന സമയത്തുള്ള ഇൻക്ലൂഡിങ് DA എന്ന് പറയുന്നത് എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്? 11,000 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഫസ്റ്റ് സെന്റൻസിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇറ്റ് ഈസ് നോട്ട് കവേർഡ് ബൈ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട്. ഗ്രാറ്റുവിറ്റി ആക്ട് കവർ ചെയ്യാത്ത സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര എടുക്കുക? ഹാഫ് മന്ത് സാലറി ആണ് എടുക്കുക. ഗ്രാറ്റുവിറ്റി ആക്ട് 1972 കവർ ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര എടുക്കുക? 1/3 ആണ്. ഇവിടെ നോട്ട് കവേർഡ് ബൈ ഗ്രാറ്റുവിറ്റി ആക്ട് എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് കണക്കാക്കേണ്ടത്? 11,000 ആണ് ആവറേജ് സാലറി ഇൻറ്റു ഹാഫ് ഇൻറ്റു എത്ര ഇയർ ഓഫ് സർവീസ് ഉണ്ട്? 32 ഇയേഴ്സ് ഓഫ് സർവീസ് ആണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. അപ്പൊ 11,000 ഇൻറ്റു ഹാഫ് ഇൻറ്റു 32 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടും? 1,76,000 കിട്ടും. ഇനി ഇത് ഒന്നാമത്തെ കാൽക്കുലേഷൻ ആണ്. രണ്ടാമത്തെ കാൽക്കുലേഷനിൽ നമുക്ക് വാട്ട് ഈസ് ദ ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ്, എത്രയാണ് നമുക്ക് മാക്സിമം നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്? ദാറ്റ് ഈസ് 1,80,000 ആണ്. 1,80,000 രൂപയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. മൂന്നാമത്തെ എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് മാക്സിമം കിട്ടുന്നത് എത്രയാണ്? 20 lakh ആണ്. അപ്പൊ നമുക്ക് 3 എമൗണ്ട് കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? 1,76,000, 1,80,000, 20 lakh. അപ്പൊ ഇതിൽ ഏതാണ് ലീസ്റ്റ് ആയിട്ട് വരുന്നത്? ലീസ്റ്റ് ആയിട്ട് വരുന്നത് 1,76,000 ആണ്. അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്യണം? ഈ 1,80,000 നിന്ന് 1,76,000 കുറച്ചാൽ കിട്ടുന്ന തുകയാണ് നമുക്ക് എന്തായിട്ട് വരുന്നത്? ടാക്സബിൾ ആയിട്ട് വരുന്നത്. അപ്പോ 1,80,000 മൈനസ് 1,76,000 എന്ന് പറയുമ്പോൾ നമുക്ക് ഗ്രാറ്റുവിറ്റി ടാക്സബിൾ എത്ര വരും? 4,000 റുപ്പീസ് ആണ് ഗ്രാറ്റുവിറ്റി നമുക്ക് വരുന്നത്. അപ്പൊ ഗ്രാറ്റുവിറ്റി കണ്ടെത്താനായിട്ട് നമ്മൾ ചെയ്തത് എന്താ? നോട്ട് കവേർഡ് ബൈ ദ ഗ്രാറ്റുവിറ്റി ആക്ട് 1972 എന്ന് പറഞ്ഞത് കൊണ്ടാണ്. അതുപോലെ തന്നെ DA അടങ്ങുന്ന ആവറേജ് സാലറി നമുക്ക് 11,000 തന്നിട്ടുണ്ട്. ആ 11,000 കൂടി കണക്കിലെടുത്തുകൊണ്ട് ഹാഫ് പോർഷൻ ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇയാളുടെ കംപ്ലീറ്റഡ് ഇയർ ഓഫ് സർവീസ് എന്ന് പറയുന്നത് 32 നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇത് വെച്ചുകൊണ്ട് നമുക്ക് 3 എമൗണ്ട് കണ്ടെത്തുകയും ലീസ്റ്റ് എമൗണ്ട് ആയിട്ടുള്ള 1,76,000 കണ്ടെത്തി അതിൽ നിന്ന് ഡിഡക്ട് ചെയ്യുകയാണ് ചെയ്തത്. ഇനി നമുക്ക് നെക്സ്റ്റ് ഐറ്റം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്, നമുക്ക് URPF അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ടിൽ നിന്ന് എത്ര രൂപ കിട്ടിയിട്ടുണ്ട്? 2 lakh rupees കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ലംസം എമൗണ്ട് അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? ടാക്സബിൾ ആയിട്ട് കിട്ടുന്നത്. അപ്പൊ URPF-ല് നമുക്ക് വരുന്നത് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ആയിട്ടുള്ള ഹാഫ് പോർഷൻ ആണ്. ടോട്ടൽ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എത്ര വന്നിട്ടുണ്ട്? 2 lakh ആണ് തന്നിട്ടുള്ളത്. അപ്പൊ 2 ലക്ഷത്തിന്റെ പകുതി എന്ന് പറയുമ്പോൾ നമുക്ക് ടാക്സബിൾ എമൗണ്ട് എത്ര എടുക്കാനായിട്ട് സാധിക്കും? 1 lakh ആണ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ആയതുകൊണ്ട് എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എന്താണ്? ടാക്സബിൾ ആണ്. അപ്പൊ ഇവിടെ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 2 പേരുടെയും പകുതി എന്നുള്ള ഒരു അസംഷനിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? 2 ലക്ഷത്തിന്റെ പകുതി ആയിട്ടുള്ള 1 lakh എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതെല്ലാം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് സാലറി കിട്ടും. അപ്പൊ ഇവിടെ ഗ്രോസ് സാലറി എത്രയാണ്? അതായത് 72,000 പ്ലസ് 27,000, 12,000, 4,000, 1 ലക്ഷം കൂടി കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഗ്രോസ് സാലറി കിട്ടും. ദാറ്റ് ഈസ് 2,15,000. 2,15,000 ആണ്. ഇനി ലെസ് അണ്ടർ സെക്ഷൻ 16 എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ എത്രയാണ്? 50,000 റുപ്പീസ് ആണ്.
50,000 രൂപയാണ് ഈ അസസ്മെന്റ് ഇയറിൽ എന്ത് കിട്ടുന്നത്, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ കിട്ടുന്നത്. അത് ഡിഡക്ട് ചെയ്യുമ്പോൾ നമുക്ക് നെറ്റ് ടാക്സബിൾ സാലറി ആണ് കിട്ടുന്നത്. അത് എത്ര രൂപയാണ്, 1,65,000 rupees ആണ്. ഇതാണ് നമ്മളുടെ എന്ത് നെറ്റ് ടാക്സബിൾ സാലറി എന്ന് പറയുന്നത്. അപ്പൊ നെറ്റ് ടാക്സബിൾ സാലറി ഈക്വൽ ടു 1,65,000. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ചെയ്തിട്ടുള്ളത്, ബേസിക് പേ കണ്ടെത്താനായിട്ട് ഇദ്ദേഹത്തിന്റെ ആ ഫിനാൻഷ്യൽ ഇയറിൽ എത്ര നാൾ ഓഫ് സർവീസ് ഉണ്ടെന്ന് നോക്കി. അതാണ് 1/4/2020 മുതൽ 31/12/2020 വരെ നമ്മൾ എടുക്കുകയും അതാണ് 9 മാസമായിട്ട് എടുത്തുകൊണ്ട് 8,000 രൂപയാണ് അദ്ദേഹത്തിന്റെ ബേസിക് പേ എന്ന് നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. ഇൻറ്റു 9 ചെയ്യുമ്പോൾ 72,000 കിട്ടി. ഇനി DA നമുക്ക് 3,000 തന്നിട്ടുണ്ട്. അവിടെയും നമുക്ക് ഈ 1/4/2020 മുതൽ 31/12/2020 വരെ തന്നെ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അത് നമുക്ക് 27,000 കിട്ടി. പെൻഷൻ നമുക്ക് ജനുവരിയിലെ VRS എടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസത്തിൽ നമുക്ക് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ നമുക്ക് പെൻഷൻ എന്ന് പറയുന്നത് 4,000 രൂപയാണ് പെൻഷൻ നമുക്ക് പ്രോബ്ലത്തിൽ തന്നിട്ടുണ്ട്. സോ 4,000 into 3 12,000 കിട്ടി. ഇനി ഗ്രാറ്റുവിറ്റി കണ്ടെത്താനായിട്ട് നമുക്ക് ആവറേജ് സാലറി ഇൻക്ലൂഡിംഗ് DA തന്നിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് നോട്ട് കവേർഡ് ബൈ ദ ഗ്രാറ്റുവിറ്റി ആക്ട് 1972 എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഹാഫ് ചെയ്തിട്ടുള്ളത്. പിന്നെ 32 എന്ന് പറയുന്നത് അയാളുടെ കംപ്ലീറ്റഡ് സർവീസ് പീരീഡ് ആണ്. അപ്പൊ അതും കൂടി നമ്മൾ ചെയ്തു. അതിനുശേഷം നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ എമൗണ്ട്, ആക്ച്വൽ എമൗണ്ട് റിസീവ്ഡ് ആണ്. ദാറ്റ് ഈസ് 1,80,000. മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത് 20 lakh ആണ്. ഇതിൽ ഏതാണ് ലീസ്റ്റ് വരുന്നത്, ദാറ്റ് ഈസ് 1,76,000 ആണ്. അപ്പൊ 1,80,000 1,76,000 കഴിഞ്ഞ ബാലൻസ് 4,000 ആണ് എന്തായിട്ട് വരുന്നത്, ടാക്സബിൾ ആയിട്ട് വരുന്നത്. ഇനി അൺറെക്കഗ്നൈസ്ഡ് പ്രൊവിഡന്റ് ഫണ്ട് ആവുമ്പോൾ എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ ടാക്സബിൾ അല്ല, പക്ഷേ എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ടാക്സബിൾ ആണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പകുതി എന്തായിട്ട് എടുത്തിട്ടുള്ളത്, എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ ആയിട്ട് എടുത്തുകൊണ്ട് 1 lakh നമ്മൾ എഴുതി. അതെല്ലാം കൂടി ആഡ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഗ്രോസ് സാലറി കിട്ടി. അതിൽ നിന്ന് അണ്ടർ സെക്ഷൻ 16 പ്രകാരമുള്ള സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ 50,000 കുറച്ചപ്പോഴാണ് എന്ത് കിട്ടിയത്, നെറ്റ് ടാക്സബിൾ സാലറി എന്ന് പറയുന്ന 1,65,000 കിട്ടി. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ റിട്ടയർമെന്റ് ബെനിഫിറ്റിലെ 2 കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് VRS അല്ലെങ്കിൽ ഗോൾഡൻ ഹാൻഡ് ഷേക്കിൽ വരുന്ന കോമ്പൻസേഷൻ, നമുക്ക് എത്രത്തോളം എക്സംഷൻ കിട്ടും എന്നുള്ളതും. രണ്ടാമത്തത് ഡെപ്പോസിറ്റ് സ്കീം ഫോർ ദ ഗവൺമെന്റ് എംപ്ലോയീസ് ഓർ പബ്ലിക് സെക്ടർ കമ്പനീസ് എംപ്ലോയീസ് എന്ന് പറയുന്ന 2 കാറ്റഗറി ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. തിയറി നന്നായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യണം, പ്രോബ്ലം ചെയ്യണം. ഓരോന്നിൻ്റെയും കമ്പ്യൂട്ടേഷൻ സെപ്പറേറ്റ് ആയിട്ട് തന്നെ പഠിക്കേണ്ടതുണ്ട്. എല്ലാം ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ കമ്പ്യൂട്ടേഷൻ സെപ്പറേറ്റ് ആയിട്ട് നോക്കുകയും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള കണക്കുകൾ ചെയ്തു നോക്കുകയും വേണം. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു വെരി മച്ച്. ഹാവ് എ നൈസ് ഡേ.